നമസ്കാരം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ലോകമെമ്പാടും ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. ഈ അവസരത്തിൽ ഇത്രയും വലിയൊരു അനീതി, ക്രൂരത അരങ്ങേറുന്ന ഈ അവസരത്തിൽ മിണ്ടാതെ നിൽക്കുന്നത് മാധ്യമധർമ്മമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദു ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നേരിട്ടിറങ്ങുകയാണ്. നമ്മൾ വാർത്തകൾ മലയാളത്തിലെ ഏതൊരു മാധ്യമവും നൽകുന്നതിനേക്കാളേറെ ബംഗ്ലാദേശിനെ കുറിച്ചുള്ള വാർത്തകൾ തത്വമായി നൽകിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ മേഖലയിൽ ചെയ്യാനുള്ളതാണ് നാളെ നടക്കാൻ പോകുന്നത്. അതെന്താണ്? കുമാരെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവമല്ലേ നമുക്കെന്താണ് എന്നുള്ള ഒരു അലസ മനോഭാവമാണ് ഓരോ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കും അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്കുമുള്ളത്. പക്ഷേ അവിടെ ബംഗാളിൽ നടക്കുന്ന അതിൻ്റെ ഒരു ഭീകരതാവസ്ഥ, ബംഗ്ലാദേശിൽ നടക്കുന്നതിൻ്റെ ഒരു ഭീകരാവസ്ഥ എന്താണെന്ന് ഇനിയും പലരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? അതെ. കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ പടരുന്ന ഒരു അശാന്തി, അവിടുത്തെ ഹൈന്ദവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഓരോ അമ്പലങ്ങളും അവിടെ തച്ചുടയ്ക്കപ്പെടുകയാണ്. ഇപ്പോൾ സംഭാലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഇതുപോലത്തെ ഒട്ടനവധി സംഭാലുകളാണ് അവിടെ സംഭവിച്ചു കഴിഞ്ഞത്. സത്യം പറഞ്ഞാൽ ഭാരതത്തിൽ വളരെ സുസ്ഥിരമായ ഒരു ഭരണം കാഴ്ച വയ്ക്കുന്ന ഒരു ഗവൺമെൻറ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നേരിൻ്റെ മാർഗത്തിൽ നിൽക്കുന്ന ഒരു ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പലതും നമുക്ക് നേരിടേണ്ടതായി വരാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെയും നേരിടേണ്ടി വരും എന്നുള്ളൊരു ദുസ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി അറിയണം. അവിടെയും ഹൈന്ദവരാണ് ഇത്തരത്തിൽ, അവരുടെ ചോരയാണ് തെരുവുകളിൽ ചീന്തപ്പെടുന്നത്, നമ്മുടെ വിശ്വാസങ്ങളാണ് അവിടെ തച്ചുടയ്ക്കപ്പെടുന്നത്. അപ്പോൾ അതിനെതിരെ എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്, എന്താണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയുമായി ചരിത്രത്തിൽ ആദ്യമായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരു ലൈവത്തോൺ മീൻസ് ഒരു 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈവ്, അതായത് തത്സമയ കോൺക്ലേവ്, അതിനാണ് നമ്മൾ തത്വമയി നേതിയുമായി ചേർന്ന് വിഭാവനം ചെയ്യുന്നത്. നേതിയെക്കുറിച്ചും ആളുകൾക്കറിയാം. ഇപ്പോൾ പ്രതിമാസം നേതി തിരുവനന്തപുരത്ത് നടക്കുന്ന നേതി ലെറ്റ്സ് ടോക്കിൻ്റെ പരിപാടികളൊക്കെ തത്വമയി വഴി പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഒരു തിങ്ക് ടാങ്ക്. അതെ, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഈ നേതിയും തത്വമയിയും കൂടി കൈകോർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കോൺക്ലേവിന് അരങ്ങ് ഉണ്ടാക്കുന്നത്. ഇതിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പ്രത്യേകിച്ചും രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, മാധ്യമരംഗത്തെ പ്രമുഖർ, അവരോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളും അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ പങ്കുവയ്ക്കുന്ന വലിയ ഒരു തത്സമയ സംവാദ വേദിയായിട്ടാണ് ഈ ഒരു ലൈവത്തോൺ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് ഡിസംബർ 22 നാളെ, ഞായറാഴ്ചയായ നാളെ വൈകിട്ട് 5:30 മുതൽ രാത്രി 11:30 വരെയാണ് ഈ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 5:30 മുതൽ 11:30 വരെയും ഒട്ടനവധി പ്രമുഖർ രാഷ്ട്രീയത്തിലുപരി രാഷ്ട്രത്തെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഭാവിയിൽ ഉത്കണ്ഠാകുലരായ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ജീവിതത്തിൽ ഉത്കണ്ഠാകുലരായ ഒരുപറ്റം ആൾക്കാർ അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെയായി പങ്കെടുക്കുന്ന വലിയ ഒരു കോൺക്ലേവ് തന്നെയാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രമുഖന്മാരായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ, നമുക്ക് ഇപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റുന്നത് ദേശീയ പ്രജ്ഞാപ്രവാഹിൻ്റെ സംയോജകൻ ജെ നന്ദകുമാർ. അദ്ദേഹത്തിനൊരു മുഖവരുടെയൊന്നും ആവശ്യമില്ല, അദ്ദേഹം ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴും കൺഫേം ആകാത്ത 2 പേരുകൾ, ഒന്ന് അമേരിക്കൻ മനുഷ്യാവകാശ പ്രവർത്തകനും മാധ്യമപ്രവർത്തകനും ഒക്കെ ആയ റിച്ചാർഡ് ബെൻകിൻ. അദ്ദേഹം ബംഗ്ലാദേശിനെ കുറിച്ച് തന്നെ ഒരു 4-5 വർഷം മുമ്പ് ഇവിടെ വന്നൊരു പ്രഭാഷണം നടത്തിയതാണ്. അവിടുത്തെ മൈനോറിറ്റീസിൻ്റെ ഇടയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പ്രവചനാത്മകമായ സ്വഭാവത്തോടു കൂടി ഒരു സെമിനാറിലൊക്കെ പങ്കെടുത്ത ആളാണ്. അതായത് ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ 5 വർഷം മുമ്പ് അദ്ദേഹം പ്രവചിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ ആക്ച്വലി ബംഗാളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. അന്ന് സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെ ഒരു സെമിനാറിൽ പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ സെമിനാറിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ തസ്ലീമ നസ്രീൻ, അവരെക്കുറിച്ച് നമുക്കറിയാം, ഒട്ടേറെ യാതനകൾ സഹിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്. അപ്പോൾ അവർ ഈ ബംഗ്ലാദേശിൻ്റെ ഈ ഒരു വിഷയത്തിൽ അവരും പ്രതികരിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. ഇവരോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, അതുപോലെ BJPയുടെ ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കർ, കേരളത്തിൻ്റെ ചുമതല കൂടിയുള്ള പ്രകാശ് ജാവദേക്കർ, ഇവരൊക്കെ ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. രാജീവ് മൽഹോത്ര, ഹിന്ദുത്വ ഐഡിയോളജിയിൽ
പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനും ഒക്കെ ആയ രാജീവ് മൽഹോത്ര ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഇവരോടൊപ്പം തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ പല കോണ്ടിനെൻറ്റുകളിൽ നിന്ന് വിവിധ ഹൈന്ദവ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവിധ ഇതുപോലെ സാംസ്കാരിക സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഈ ഒരു കോൺക്ലേവിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ലൈവ് കോൺക്ലേവ് ഓൺലൈനായി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ലൈവത്തോൺ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായപ്പോൾ അവിടെ അത് സംബന്ധിച്ച ലൈവത്തോൺ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ കാലാകാലങ്ങളിൽ അവരത് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഡിജിറ്റൽ മാധ്യമം, പ്രത്യേകിച്ചും ദേശീയതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ മാധ്യമമായ തത്വമയി ഈ ഒരു വിഷയത്തെ വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഗൗരവ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കോൺക്ലേവ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ദേശീയവാദികളായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ പങ്കെടുക്കുന്ന വലിയ ഒരു കോൺക്ലേവ് തന്നെയായിരിക്കും നാളെ വൈകിട്ട് 5:30 മണി മുതൽ രാത്രി 11:30 വരെ നടക്കുന്നത്. ഇതിൽ പൊതുജനങ്ങൾക്കും പങ്കെടുക്കാം. ഈ ലൈവ് നടക്കുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീക്ഷണങ്ങളും ഒക്കെ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒപ്പം ഈ പ്രമുഖരുടെ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം. കുമാർ, ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ സെമിനാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ തത്വമയിയും നേതിയും ചേർന്നൊരുക്കുന്ന വേദിയിൽ ബംഗ്ലാദേശി ഹിന്ദുക്കൾക്കായി ലോകം ഒന്നിക്കുന്നു എന്ന് തന്നെ പറയാം. അതെ, നമുക്കൊരു അതിനെ സംഗ്രഹിച്ച് പറയാൻ പറ്റുന്നത് അത്തരത്തിൽ തന്നെയാണ്. കാര്യം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അതങ്ങനെ തന്നെയാണ് നമ്മൾ വിഭാവനം ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു ടൈം പോലും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വൈകിട്ട് 5:30 മുതൽ 11:30 വരെ എന്ന് എന്തുകൊണ്ടെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാര്യം എല്ലാ കോണ്ടിനെൻറ്റിൽ നിന്നും എല്ലാവരുടെയും സമയം മാച്ച് ആകണം. കാര്യം ഇവിടെ സന്ധ്യയായി നിന്ന് രാത്രിയിലോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് പുലർച്ചയിൽ നിന്ന് നേരം വെളുത്ത് പ്രഭാതത്തിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാ കോണ്ടിനെൻറ്റിലുള്ളവർക്കും ഇതിൽ കൃത്യമായി പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൽ കൃത്യമായി ഓരോരുത്തരും അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ പറയും, അത് വിലയിരുത്തപ്പെടും. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയിരിക്കും. അവിടെ അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ വീക്ഷണങ്ങളും ഒക്കെ അവിടെ രേഖപ്പെടുത്താം. എന്തായാലും ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും രാഷ്ട്രത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ വരും നാളുകളിലും ഇതിൻ്റെ ഒരു തുടർ ചലനമെന്നോണം നിരവധി പരിപാടികൾ തത്വമയി ആസൂത്രണം ചെയ്യുന്നുണ്ട്. നമസ്കാരം. മനുഷ്യത്വം മരവിക്കുന്ന കൊടുങ്ക്രൂരത കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നത് മാധ്യമധർമ്മമല്ല. ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭീകരതയുടെ ഇരകളാകുന്ന ന്യൂനപക്ഷങ്ങൾക്കായി നേതി ലെറ്റ്സ് ടോക്കും തത്വമയും ചേർന്നൊരുക്കുന്ന വേദിയിൽ ലോകം ഒരുമിക്കുന്നു. ഓൺലൈൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രത്യേക ലൈവത്തോൺ കോൺക്ലേവ് ഡിസംബർ 22 ഞായറാഴ്ച, നാളെ വൈകുന്നേരം 5:30 മുതൽ. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മാധ്യമരംഗത്തെ പ്രമുഖരോടൊപ്പം സാധാരണക്കാരായ ജനങ്ങളും പങ്കെടുക്കുന്നു. ഓൺലൈൻ മാധ്യമരംഗത്തെ ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളികളാകാൻ എല്ലാ പ്രേക്ഷകർക്കും സുസ്വാഗതം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.